നമുക്കിപ്പോൾ ഒരു 40 കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻസി വേണമെന്ന് തോന്നുന്നതെങ്കിൽ നമ്മുടെ എഗ്സ് എടുത്ത് നമ്മൾ അതിനെ IVF-ന് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് 25 ഇയേഴ്സിൻ്റെ പ്രായമായിരിക്കും എഗ്സിന് ഉണ്ടാവുക. പക്ഷേ ഗർഭാശയം അതേ ആരോഗ്യത്തോടുകൂടി ഉണ്ടാവും. ഗർഭാശയത്തിൻ്റെ ആരോഗ്യത്തിനെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. ഈ വന്ധ്യതാ ചികിത്സാ രംഗത്ത് നിർണായകമായൊരു ചുവടുവയ്പ്പായിരുന്നു IVF എന്ന് പറയുന്നത്. ഈ എംബ്രിയോളജി പഠന ശാഖയിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് IVF. മാഡം, ഇന്ന് IVF ഡേ ആണ്. ഡോക്ടർ ഉമാരാധേഷാണ് എനിക്കൊപ്പം ചേരുന്നത്. ഇന്ന് ഇപ്പോൾ IVF ഡേ ആണ്. ഇപ്പോൾ ഈ IVF-ൻ്റെ ടെക്നോളജിയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആളുകളിപ്പോൾ അണ്ടമൊക്കെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? ആളുകൾ എത്രത്തോളം അതിനെക്കുറിച്ച് അവെയറാണ്? ഇന്നിപ്പം പെൺകുട്ടികളൊക്കെ തന്നെ അവരുടെ മാരേജ് ഡിലേ ആക്കുന്നുണ്ട്. പഠനം കഴിഞ്ഞിട്ട് മാരേജും അതിനുശേഷം സെറ്റിലായിട്ട് പ്രഗ്നൻസിയും ആലോചിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എഗ് ഫ്രീസിങ് ഇന്ന് ഒരു വലിയ രീതിയിൽ എല്ലാവരിലേക്കും എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ എഗ് ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല പ്രായത്തിൽ തന്നെ നമ്മുടെ അണ്ടങ്ങൾ എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുക. പിന്നെ പിൽക്കാലത്ത് നമുക്ക് പ്രഗ്നൻസി ആവാൻ ടൈം ആവും എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ആ എഗ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഈ എഗ് ഫ്രീസിങ്ങിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല പ്രായമായിരിക്കാം. 25 ഇയേഴ്സ് ടു ഏർലി 30s ആണ് ഈ എഗ് ഫ്രീസിങ് ചെയ്യേണ്ടത്. പക്ഷേ കുട്ടികളൊക്കെ തന്നെ നമുക്ക് മാരേജ് ലേറ്റ് ആക്കണം, സെറ്റിൽ ആവണം എന്ന് ആലോചിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അവെയർ ആണെങ്കിലും അവർക്കത് മുന്നോട്ട് വരാൻ അതിനെക്കുറിച്ച് എന്തോ ഒരു മടിയുള്ള പോലെയാണ് കാണുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ എഗ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഒരു ആരോഗ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് ഏത് കാലം വരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? അത് ഒരു ഏകദേശം ഒരു 10 വർഷം വരെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഫ്രീസ് ചെയ്താൽ അതിനൊന്നും സംഭവിക്കില്ല. നമ്മളത് പിന്നെ നമുക്കിപ്പോൾ ഒരു 40 കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻസി വേണമെന്ന് തോന്നുന്നതെങ്കിൽ നമ്മുടെ എഗ്സ് എടുത്ത് നമ്മൾ അതിനെ IVF-ന് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് 25 ഇയേഴ്സിൻ്റെ പ്രായമായിരിക്കും എഗ്സിന് ഉണ്ടാവുക. പക്ഷേ ഗർഭാശയം അതേ ആരോഗ്യത്തോടുകൂടി ഉണ്ടാവും. ഗർഭാശയത്തിൻ്റെ ആരോഗ്യത്തിനെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. ഇത് ഒരു രീതിയിലും ബാധിക്കുന്നില്ല. സ്ത്രീകൾക്ക് പൊതുവെ ഏത് പ്രായം വരെ ഗർഭാശയം ഈ പ്രസവത്തിന് അനുകൂലമായി നിൽക്കും എന്നുള്ളതാണ്. ഗർഭാശയം എത്ര കാലം വേണമെങ്കിലും നമുക്ക് പ്രഗ്നൻസി ആവാം. ഇപ്പോൾ അണ്ടാശയമാണ് നമുക്ക് ഏജിങ് വരുന്നത്. ഓവറീസിൻ്റെ എഗ്ഗിൻ്റെ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയുമാണ് സ്ത്രീയുടെ ഏജ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നത്. യൂട്രസിന് വേറെ ഫൈബ്രോയിഡ്സോ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ യൂട്രസിന് ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എന്താണ് ഒരു തെറ്റിദ്ധാരണ സ്ത്രീകൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ ഉണ്ടോ ഇതിനെക്കുറിച്ച്? ഇതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ നമ്മൾ മാരേജ് ഡിലേ ആക്കണം അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിലേ ആക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു IVF സെൻറ്ററിലേക്ക് വരണം. ഒരു നല്ല IVF സെൻറ്ററും നല്ല ഒരു എംബ്രിയോളജി ലാബും ഇതിന് വളരെ പ്രധാനമാണ് നമ്മുടെ എഗ്സിനെ ഫ്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഉണ്ടാവുന്ന ഒരു പലതരത്തിലുള്ള ഒരു തോട്ട്സും പിന്നെ എങ്ങനെയാണ് ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഇതിന് മുന്നോട്ട് വരിക എന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാരതിന്. പൊതുവെ ആളുകൾ പെൺകുട്ടികൾ ചോദിക്കുന്ന സംശയം എന്താണ്? അല്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അത് പക്ഷേ മെഡിക്കൽ ഫീൽഡിലുള്ള കുട്ടികളാണ്, നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. കാരണം അവർക്ക് പഠിത്തം കാരണം അവർക്ക് പെട്ടെന്ന് കല്യാണം ആലോചിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് നമുക്കൊരു കമ്പാറ്റബിൾ പാർട്ട്ണർ പ്രധാനമാണല്ലോ. ആരെങ്കിലും നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം മെഡിക്കൽ ഫീൽഡിലുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അവർ നമ്മളെടുത്ത് മുന്നോട്ട് വന്നിട്ട് എഗ്സ് ഫ്രീസ് ചെയ്ത് തരണം മാഡം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു നോർമലായിട്ട് വരും. സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. എല്ലാവർക്കും അത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലിപ്പം വലിയ വലിയ സിറ്റീസിലൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതിനു വേണ്ടി മുന്നോട്ട് വരാൻ എല്ലാവർക്കും ഒരു മടിയുണ്ട്. വിവാഹപ്രായം ലേറ്റ് ആക്കുന്നത് മനഃപൂർവ്വം ലേറ്റ് ആക്കണം, ഇതുള്ളതുകൊണ്ട് ലേറ്റ് ആക്കണം എന്നല്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ലേറ്റ് ആവുന്ന ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നീക്കാണ്. പിന്നെ ഇതുകൊണ്ട് ഇനിയിപ്പോൾ എഗ്ഗ് ഫ്രീസ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു 30 ഇയേഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 35 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി നോക്കുമ്പോൾ ഈ എഗ്സ് തന്നെ വെച്ച് IVF ചെയ്യണമെന്നില്ല. അന്ന് നിങ്ങളുടെ ഓവറിയുടെ റിസർവ് നോക്കി ആ സമയത്ത് നല്ല എഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ രീതിയിലും പ്രഗ്നൻ്റ് ആവാം. പക്ഷേ ആ സമയത്ത് 35 ഇയേഴ്സ് കഴിഞ്ഞ് നമുക്ക് പ്രഗ്നൻസി വേണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഓവറിയൻ ഹെൽത്ത് മോശമാണ്, നമ്മുടെ AMH ലെവൽ ലോ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത എഗ്സ് നമ്മുടെ ഹെൽപ്പിന് വരും. ഏതായാലും ഇത് ഒരുപാട് രക്ഷിതാക്കൾക്ക് ഇപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് വലിയ ഒരു പ്രതീക്ഷ നൽകിയ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താണ് കൂടുതൽ പറയാൻ? ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഈ കൊല്ലത്തെ IVF-ൻ്റെ തീം തന്നെ മേക്ക് പ്രഗ്നൻസി പോസിബിൾ ടു എവ്രി വൺ എന്നാണ് ഈ കൊല്ലത്തെ തീം തന്നെ. അപ്പോൾ അതിൽ ഈ എഗ് ഫ്രീസിങ്ങും പിന്നെ ഒവേറിയൻ റിസർവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയേണ്ടതാണ്. മാതൃത്വം എന്നൊക്കെ പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാവർക്കും സാധ്യമാണ് എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ വേൾഡ് IVF ഡേ ഇന്ന് കടന്നു പോകുന്നത്.